മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. കുടിക്കാനും തിന്നാനും തന്നെ ഞെരുക്കമാണ്. പഴയ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വെറും കൈയോടെയല്ലേ പോന്നത്. എന്നാൽ കുപ്പൂപ്പയുടെ ആ വലിയ കൊമ്പനാനയുടെ കൊമ്പിൻ്റെ കൂടുള്ള ഉമ്മയുടെ പഴയ 2 മെതിയടികൾ ഉമ്മ എങ്ങനെയോ കൊണ്ടുപോന്നു. പോരുമ്പോൾ ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്നോ എന്ന് കുഞ്ഞുപാത്തുമ്മക്ക് അറിഞ്ഞുകൂടാ. ആ മെതിയടിപ്പുറത്താണ് ഉമ്മയുടെ നടപ്പ്. എപ്പോഴും കലവല എന്തെങ്കിലും പറയണം. വായി നിറയെ മുറുക്കാനും ഉണ്ടായിരിക്കണം. ബാപ്പ മുറുക്കാതായി. പെട്ടെന്ന് നരക്കുകയും ചെയ്തു. അധികം വർത്തമാനവും പറയാറില്ല. എങ്ങുമല്ലാതെ ഏതോ അദൃശ്യ ലക്ഷ്യത്തിൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഓർക്കാൻ പലതുമുണ്ടല്ലോ. മഹാസാമ്രാജ്യം പോയ മാതിരി സംഭവങ്ങൾ. അതൊക്കെ പടച്ചോൻ്റെയും മുത്തുനബിൻ്റെയും നേർച്ചക്കാരുടെയും വിധി. ബാപ്പ പറയും, ഒരു നേരത്തെ നിസ്കാരം ഞാൻ ഒഴിച്ചിട്ടില്ല, ഒറ്റ നോമ്പെങ്കിലും വീട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ സംഭവിച്ചതെന്താ? കുഞ്ഞുപാത്തുമ്മക്ക് മനസ്സിലായി. ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ സംഭവത്തിൻ്റെ കുറ്റം ആരിലാണ് ബാപ്പയെ കുറ്റപ്പെടുത്താൻ അവൾക്ക് മനസ്സു വരുന്നില്ല. ഉമ്മയും മാമിമാരും മാമന്മാരും കുറ്റക്കാരായി അവൾ കണക്കാക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ തൊട്ടുള്ള കള്ളസാക്ഷി പറഞ്ഞ പ്രമാണികളെയും എങ്ങനെയാണ് കുറ്റക്കാരാക്കുക? മനുഷ്യരിൽ ആരിലും തന്നെ കുഞ്ഞുപാത്തുമ്മ കുറ്റം കണ്ടില്ല. യഥാർത്ഥ കുറ്റവാളി ശൈത്താനായ ഇബ്ലീസ് എന്ന പഹയനാണ്. കുഞ്ഞുപാത്തുമ്മ എന്നും പ്രാർത്ഥിക്കും, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇനിയെങ്കിലും ഞങ്ങളെ ഇബ്ലീസ് എന്ന പഹയൻ്റെ ഉപദ്രവത്തിന്ന് രക്ഷിക്കണേ. അല്ലാതെ എന്തു ചെയ്യും? അവനെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ആ പഹയൻ ചെയ്തത് ഇതാണ്. കുഞ്ഞുപാത്തുമ്മയുടെ ബാപ്പ കൈവശം വെച്ച അനുഭവിച്ചുകൊണ്ടിരുന്ന തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ബാപ്പയുടെ സ്വന്തമായിരുന്നില്ല. ആ വലിയ വീടും എല്ലാം തന്നെ ബാപ്പയുടെ 7 സഹോദരിമാരുകൾക്കും കൂടി ഉള്ളതായിരുന്നു. രായ്ക്ക് രാമാനം ഉമ്മാനെയും കാളവണ്ടി കയറ്റി കച്ചേരി കൊണ്ടുപോയി ഞങ്ങളുടെ ആങ്ങള വട്ടനടിമ ഞങ്ങൾക്കും കൂടെ ഉള്ളത് തന്നെത്താൻ എഴുതി മേടിച്ച് എന്ന് 7 മാമിമാരും ചേർന്ന് ബാപ്പയുടെ പേരിൽ കേസ് കൊടുത്തു. അതെനിക്കെൻ്റെ പുന്നാര ഉമ്മ എഴുതി തന്നതാ എന്ന് കുഞ്ഞുപാത്തുമ്മയുടെ ബാപ്പ വാദിച്ചു. കേസ് വളരെ കൊല്ലങ്ങൾ നീണ്ടു നിന്നു.